Hi friends, Assalamualaikum. Bismi channellotte എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബ്രെഡ് കൊണ്ടുള്ള ഒരു അടിപൊളി നാലുമണിപ്പലഹാരമാണ് ചെയ്തെടുക്കുന്നത്. ഇത് 5 പീസ് ബ്രെഡ് ആണ് ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ച് മാത്രം വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി സ്നാക്ക് ആണ് ട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഒരു സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല ട്ടോ. മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇതൊന്ന് പൊടിച്ചെടുക്കാം. നോക്കാം, നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിവിടെ നീക്കി വെക്കാം. ഞാൻ ഇതേപോലെ ഒരു ചോപ്പർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോപ്പർ എടുത്തത്. പിന്നെ ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, എരിവിനാവശ്യമായ പച്ചമുളക് കൂടെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു രീതിയിൽ ഇത്രയും ചോപ്പ് ചെയ്താൽ മതിയാകും. കണ്ടോ, ഇത്രയും മതി. ഇനി ഇത് നമ്മളിവിടെ പൊടിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് ഒരു കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം അത് ചേർത്ത് കൊടുക്കാം. പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി അതുകൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മതി, കായത്തിൻ്റെ പൊടി കൂടി പോകണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ നിറച്ച് ഇതേപോലെ ഇങ്ങനെ എടുക്കുക. ടീസ്പൂണിൽ ഇങ്ങനെ എത്രയും ഇങ്ങനെ നിറച്ചെടുക്കുക. 2 പ്രാവശ്യം എടുക്കുക. അപ്പോൾ അങ്ങനെ ഞാനൊരു 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂണിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഇതൊരു 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഇത്രയും മതിയാകും. പിന്നെ ഇതെല്ലാം കൂടി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ആവശ്യമാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താലും മതിയാകും കേട്ടോ. അപ്പോൾ മുട്ടയുടെ നനവുണ്ടാകുമല്ലോ. പിന്നെ ഉള്ളി നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തതുകൊണ്ട് ഉള്ളിയിലും ചെറിയ നനവുണ്ടാകും. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്കൊരു കടിയും റെഡിയാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കൂടി കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. കടലമാവിൻ്റെ ഒരു അല്പം കുറവുണ്ട്. ഇതിലേക്ക് മൊത്തം ഒരു 1.5 ടേബിൾ സ്പൂണോളം വരുന്ന കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതി കേട്ടോ, തോനെ വെള്ളമായി പോകണ്ട. അപ്പോൾ 1 സ്പൂണോളം ചേർത്തിട്ടുണ്ട്. രണ്ടാമത് 1 സ്പൂണും കൂടി ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ നോക്കാം, നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. കണ്ടോ, ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കണം കേട്ടോ. കണ്ടോ, ഇനി ഇത് നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് എണ്ണ അടുപ്പിൽ ചൂടാക്കാൻ വെക്കാം. ആ ഒരു സമയം മാത്രം ഇതിവിടെ ഇരിക്കേണ്ടതുള്ളൂ. പിന്നെ ഇതേപോലെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വീതം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉരുട്ടിയിട്ടാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നുള്ളിയിട്ട് വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിരിക്കുകയാണ്. ബ്രെഡ് ചേർത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും, ഉള്ളു വേകില്ല. അതുകൊണ്ടാണ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുള്ളത്. ചെറിയ ബോൾസ് ആയിട്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളു പെട്ടെന്ന് തന്നെ അങ്ങോട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇത് ബ്രെഡ് കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കും കേട്ടോ. 4 മണി ചായക്കൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്, നല്ല ടേസ്റ്റിയാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും, ഒരുപാട് പണിയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണം. റെഡിയാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കമൻസൊക്കെ ഒരുപാട് കുറവാണ് വരുന്നത്. പിന്നെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ടോ എന്നറിയില്ല. പോകണില്ലെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ഭാഗം ആവുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നോക്കാം, ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ആദ്യം ഇട്ടത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഉള്ളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ചെറിയ തീയിലിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഉള്ളൊക്കെ നന്നായി വെന്ത് വരും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബ്രെഡൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.